എൻ്റെ സ്വദേശം എറണാകുളമാണ്. എറണാകുളം പ്രോപ്പറാണ്. എറണാകുളം മുനിസിപ്പാലിറ്റിയിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വിദ്യാഭ്യാസവും എറണാകുളത്ത് തന്നെയാണ് ആരംഭിച്ചത്. എറണാകുളം പച്ചാളം എന്ന് പറയുന്ന ദേശത്ത് LMC സ്കൂളിലായിരുന്നു എൻ്റെ 1 മുതൽ 4 വരെയുള്ള പഠനം. അന്ന് 4.5 ക്ലാസ്സുണ്ട്. അത് കഴിഞ്ഞാണ് 5-ാം ക്ലാസ്സിലേക്ക് ചേരുന്നത്. 5-ാം ക്ലാസ്സിൽ ഞാൻ ചേരുന്നത് എറണാകുളം സെൻറ്റ് ആൽബർട്ട്സ് സ്കൂളിലാണ്. പിന്നെ 10 വരെ സെൻറ്റ് ആൽബർട്ട്സിൽ പഠിച്ചു. അതിനുശേഷം എൻ്റെ 10 കഴിയുമ്പോഴേക്കും അന്ന് മറ്റേ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പകരം പ്രീ ഡിഗ്രിക്ക് പകരം പ്രീ യൂണിവേഴ്സിറ്റി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ആ പ്രീ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ബാച്ചിലാണ് ഞാനെല്ലാം പഠിച്ചത്. അങ്ങനെ പ്രീ യൂണിവേഴ്സിറ്റി തേവര കോളേജിൽ പഠിച്ചു. അതിനുശേഷം BAക്ക് എറണാകുളം മഹാരാജാസ് കോളേജിൽ, LLB ഒരു വർഷം എറണാകുളം ലോ കോളേജിൽ ഈവനിങ് ക്ലാസ്സിൽ. അന്ന് ഈവനിങ് ക്ലാസ്സിൽ LLB ക്ലാസ് ആരംഭിക്കുന്നത് തന്നെ അഹങ്കാരം പറയുകയല്ല, എൻ്റെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ LLB ഈവനിങ് ക്ലാസ് ആദ്യമായിട്ട് എറണാകുളം ലോ കോളേജിൽ ആരംഭിച്ചു. ആ ബാച്ചിലെ സ്റ്റുഡൻ്റായിരുന്നു ഞാൻ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോരുന്നത്. തിരുവനന്തപുരത്തേക്ക് പോരുമ്പോഴാണ് ആ LLBയുടെ പഠിപ്പ് 2 വർഷം ഇവിടെ തുടർന്നു. പക്ഷേ എനിക്ക് പരീക്ഷ എഴുതാനൊന്നും പറ്റിയില്ല. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു വിദ്യാഭ്യാസ ത്തിൻ്റേതായിട്ടുള്ളൊരു ഘട്ടം. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് എറണാകുളത്താണെങ്കിലും ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്താണ് സ്ഥിരമായ താമസം. എൻ്റെ വർക്കിംഗ് മേഖലയും തിരുവനന്തപുരം തന്നെയായിരുന്നു. ദേശാഭിമാനിയിൽ ഞാൻ എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പശ്ചാത്തലം ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ KSFൽ മെമ്പറായിരുന്നു. KSF എന്ന് പറഞ്ഞാൽ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ, ഇന്നത്തെ SFIയുടെ പഴയ രൂപം. അതുപോലെ തന്നെ ഞാൻ KSYFൽ, KSF എന്ന് കഴിഞ്ഞാൽ പിന്നെ KSYF ആണ്. KSYF എന്ന് പറഞ്ഞാൽ കേരള യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതിൽ മെമ്പറായിരുന്നു. അപ്പോൾ ഈ 2 ഘടകവും എനിക്ക് പ്രവർത്തിക്കേണ്ടി വന്ന ഘടകങ്ങളായി മാറി ഒരു ഘട്ടത്തിൽ. അതിനുശേഷമാണ് KSYF DYFI മാറുന്നത്. എൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം, എൻ്റെ കാലം കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ആ വർഷമാണ് DYFI രൂപം കൊള്ളുന്നത്. അങ്ങനെ ഞാൻ KSYF നിന്ന് വിട്ടപ്പോൾ KSF നിന്ന് വിട്ടപ്പോൾ KSYFലേക്ക് DYFIയിലേക്ക് ആകുന്നതിന് പകരം KSYFയിലേക്ക് ആകേണ്ടി വന്നു. അതായിരുന്നു എൻ്റെ ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറയുന്നത്, എൻ്റെ ഫാദർ എറണാകുളം ടാറ്റ കമ്പനിയിലെ സോപ്പ് പ്ലാന്റ് സൂപ്പർവൈസറായിരുന്നു. അന്ന് ടാറ്റ കമ്പനിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ 3 കമ്പനികളിലൊന്ന്. ടാറ്റ കമ്പനി, ബർമാഷൽ, എസ്സോ, ഇത് 3ഉം അന്ന് അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ കമ്പനിയിലായിരുന്നു എൻ്റെ അച്ഛൻ, ടാറ്റ കമ്പനിയിലായിരുന്നു എൻ്റെ അച്ഛൻ ജോലി ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോപ്പ് പ്ലാന്റ് സൂപ്പർവൈസർ എന്നാണ് അച്ഛൻ്റെ അന്നത്തെ തസ്തിക. അച്ഛൻ ഏതാണ്ട് 51-ാമത്തെ വയസ്സിൽ മരിക്കുന്നു. അതിനുശേഷം അപ്പോൾ എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു. ഞാൻ ഏതാണ്ട് ഫുൾ ടൈം പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ പരിപാടികൾ ആരംഭിച്ചു. അച്ഛനും അന്ന് പാർട്ടിയുടെ എറണാകുളം ടൗൺ കമ്മിറ്റി മെമ്പറായിരുന്നു. ഞാനന്ന് പാർട്ടിയിലെ വെറും സാധാരണ മെമ്പറായിരുന്നു. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് ജില്ലാ സമ്മേളനത്തിലെന്ന് പറഞ്ഞാൽ ഇന്നാർക്കും വിശ്വസിക്കാൻ പറ്റില്ല, 1967-68 കാലത്താണ് ഞാനീ പറയുന്നത്. അന്ന് എറണാകുളം ജില്ലയിലെ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ ആ ജില്ലാ സമ്മേളനത്തിനകത്ത് പാർട്ടി വെക്കുന്നൊരു പാനലുണ്ട്. അത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പാനൽ മിക്കവാറും എല്ലാവരും അംഗീകരിക്കുകയാണ് പതിവ്. പക്ഷെ അന്ന് എറണാകുളം മട്ടാഞ്ചേരിയിൽ വെച്ചായിരുന്നു CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടന്നത്. അന്നത്തെ
റവന്യൂ മന്ത്രിയായിരുന്ന ഗൗരിയമ്മയായിരുന്നു ഞങ്ങളുടെ സമ്മേളനത്തിലെ റിട്ടേണിംഗ് ഓഫീസർ. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് ഗൗരിയമ്മയായിരുന്നതുകൊണ്ട് സമ്മേളനത്തിൽ അങ്ങനെ ഒരു സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല. അതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ അതുവരെയുള്ള പാർട്ടി ജീവിതത്തിൽ, അതുവരെയുള്ളത് വളരെ തുച്ഛമായ പാർട്ടി ജീവിതമാണെങ്കിലും, തിരഞ്ഞെടുപ്പെന്ന് പറയുന്ന ഒരു സമ്പ്രദായം പാർട്ടിക്കകത്ത് ഉണ്ടാകാറില്ല. സാധാരണഗതിയിൽ ചർച്ചകളെല്ലാം നടന്നിട്ട് പാർട്ടി ലീഡർഷിപ്പ് ഒരു പാനൽ വെക്കുക, പാനൽ അംഗീകരിക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്നത്. എറണാകുളത്ത് അതിന് വിപരീതമായി അങ്ങനെ ഒരു പാനൽ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിനെതിരായിട്ട് വേറെ ചില പേരുകൾ വന്നു. ആ പേരുകൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇലക്ഷൻ അനിവാര്യമാണെന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് എന്നാൽ പിന്നെ ഇലക്ഷൻ പ്രോസസ്സിലേക്ക് പോകാമെന്ന് അന്നത്തെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് തീരുമാനിക്കുകയും അങ്ങനെ ഇലക്ഷനിലേക്ക് പോവുകയും ഗൗരിയമ്മയെ റിട്ടേണിംഗ് ഓഫീസറായി വെച്ച് തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു. ആ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഞാൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ മെമ്പറാകുന്നത്. അപ്പോൾ അച്ഛൻ ടൗൺ കമ്മിറ്റിയിലും. അതിനുശേഷം പിന്നെ അച്ഛൻ ടാറ്റയിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ ഫുൾ ടൈം പ്രവർത്തനം, കാരണം ഞാനും കൂടി ഏതാണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ ഏതാണ്ടൊന്നു അതിനകത്തു നിന്നു പിൻവാങ്ങി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലുള്ള അനുഭാവി അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പർ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ടൗൺ കമ്മിറ്റി പോലുള്ള, അന്ന് അച്ഛൻ ടൗൺ കമ്മിറ്റിയിൽ മെമ്പറായിരിക്കുമ്പോൾ മറ്റേ വി വിശ്വനാഥ മേനോൻ, സി ടി സേവ്യർ, എം വി ജോസഫ് തുടങ്ങിയിട്ടുള്ള അന്നത്തെ പ്രമുഖന്മാർ, എം ലോറൻസ്, ഇവരൊക്കെയായിരുന്നു അന്നത്തെ ടൗൺ കമ്മിറ്റി മെമ്പർമാർ. ആ ഒരു നിലവാരത്തിൽ നിന്നാണ് ഞാൻ പിന്നീട് മറ്റേ ജില്ലാ കമ്മിറ്റി മെമ്പറെ ആയി മാറുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഏതാണ്ടൊരു ഫുൾ ടൈം പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം, കാരണം കമ്പനിയിൽ ജോലിക്കും പോകണം, അത് ഏതാണ്ട് അവസാനിപ്പിച്ച് അതിലും 2 പേര് ഫുൾ ടൈമറായിട്ട് വേണ്ടെന്ന് അച്ഛൻ മനസ്സിൽ കരുതിയായിരിക്കും. എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ പുള്ളി സ്വാഭാവികമായിട്ടും ടൗൺ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി മറ്റേ ജോലിയിൽ തന്നെ ഫുൾ ടൈം വ്യാപൃതനായി എന്നുള്ളതാണ് അന്നത്തെ ഒരവസ്ഥ. അതിനുശേഷം ഞാൻ ദേശാഭിമാനിയുടെ ലേഖകനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ഏതാണ്ട് 1968 ഘട്ടത്തിലാണ്. അന്ന് എറണാകുളത്ത് ദേശാഭിമാനിയുടെ ലേഖകൻ എന്ന് പറയുന്നത് എം ലോറൻസാണ്. എം ലോറൻസ് അന്ന് ജില്ലാ സെക്രട്ടറി ആയിട്ടില്ല. പക്ഷേ ഈ എറണാകുളം മറ്റേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും, ജില്ലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ലോറൻസ് സെക്രട്ടറി ആകുകയും പിന്നെ അദ്ദേഹത്തിന് ഒട്ടും സമയമില്ലാത്തൊരവസ്ഥ വരികയും ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞ്, ഞാനന്ന് ബി എ പാസ്സായി നിൽക്കുന്ന സമയമാണ്, എന്നോട് പറഞ്ഞ് ദേശാഭിമാനിയുടെ വർക്ക് നീ ഒന്ന് നോക്കിക്കൊള്ളുക, എനിക്ക് ഫുൾ ടൈം നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതിനകത്ത് സഹായിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അന്ന് പാർട്ടി ഓഫീസാണ് ദേശാഭിമാനിയുടെ ഓഫീസ് എന്ന് പറയുന്നത്. എറണാകുളം കാനൻഷൻ റോഡിൽ CPIയുടെ ഓഫീസ് ഇപ്പുറവും CPMൻ്റെ ഓഫീസ് ഇപ്പുറവും, ഇങ്ങനെ അപ്പുറവും ഇപ്പുറമായിട്ടാണ് ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഞാൻ ദേശാഭിമാനിയിലെ പത്രപ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന എൻ്റെ പ്രവർത്തനം. കാരണം അന്ന് വേറെ വലിയ വാർത്തകൾ കണ്ടെത്തലും വാർത്തകൾ എത്തിപ്പിടിക്കലും വാർത്തകൾ തേടിപ്പോകലും ഒന്നും ഒരു സമ്പ്രദായമേ ഇല്ല. മിക്കവാറും പാർട്ടി ഓഫീസിൽ വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി ഒക്കെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കോഴിക്കോടേക്ക് കൊടുക്കണം. അന്ന് കോഴിക്കോട് നിന്നാണ് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ടെലിഫോൺ ചെയ്യും, ട്രങ്ക് ബുക്ക് ചെയ്ത് വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അവരവിടെ മറ്റേ ടേപ്പ് റെക്കോർഡർ വെച്ചിട്ട് അതിനകത്തെടുത്ത് അങ്ങനെ പകർത്തി എഴുതുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. എനിക്ക് അതേസമയം പത്രപ്രവർത്തകരോടും പത്രപ്രവർത്തനത്തോടും എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. കാരണം വീട്ടിൽ പത്രം വരും ആ കാലത്ത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു വായനശാല ഉണ്ടായിരുന്നു, ഷൺമുഖപുരം പബ്ലിക് ലൈബ്രറി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എല്ലാ പത്രങ്ങളും വരും, അത് പോയി വായിക്കും. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അങ്ങനെ ഒരു ടേസ്റ്റ് എനിക്ക് ആ കാര്യത്തിലുണ്ടായിരുന്നു. പിന്നെ ഈ കുടുംബപരമായ പശ്ചാത്തലം, അച്ഛൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനവും, എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ, അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, അന്ന് മറ്റേ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടില്ല, കൊച്ചി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കൊച്ചിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് CH ഉദമേനാണ്. അപ്പോൾ ഈ CH ഉദമേൻ്റെയൊക്കെ ഒരു കാലം എന്ന് പറയുന്നത് അവരൊക്കെ ഒളിവിലിരുന്ന കാലത്ത് ഈ വടുതല പച്ചാളം ഭാഗത്ത് വന്നൊക്കെ ഒളിവിലിരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു പല നേതാക്കന്മാരും. കാരണം അന്ന് ഇതുപോലെയൊന്നും പാർട്ടി വ്യാപകമായ ആളുകളുടെ ഇടയിൽ സ്വാധീനമില്ല.
സാമ്പത്തികമായ യാതൊരു സ്രോതസ്സുമില്ല. ഇതുപോലെ ഇപ്പോൾ എൻ്റെ അച്ഛനെയൊക്കെ പോലെ അന്ന് ടാറ്റ കമ്പനിയിൽ തൊഴിലുള്ള കുറേ ആളുകളുണ്ടായിരുന്നു അവിടെ. അവരൊക്കെ പാർട്ടിയായിട്ട് ബന്ധമുള്ള ആളുകൾ. അവരൊക്കെ കൊടുക്കുന്ന സംഭാവനകൾ കൊണ്ടും അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും ഇവരെല്ലാം വൈകുന്നേരം ആകുമ്പോൾ പത്രം വിൽക്കാനായിട്ട് മേനകയിൽ ഫോർഷോർ റോഡിലെ പാരപ്പറ്റിൻ്റെ അവിടെ ആളുകൾ ഇരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സാഹിത്യം വിൽക്കാനും പത്രം വിൽക്കാനും കോഴിക്കോട് നിന്ന് വരുന്ന പത്രം വൈകുന്നേരം അവിടെ എത്തുമ്പോഴേ അത് ദേശാഭിമാനി വിളിച്ച് പറഞ്ഞു വെക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ദൃഷ്ടി കൊണ്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അവർ പാർട്ടി പ്രവർത്തനം നടത്തിയത്. എനിക്ക് പിന്നെ ആ നിലവാരത്തിലേക്കൊന്നും പോകേണ്ടി വന്നില്ല എന്നുള്ളത്. അത് പാർട്ടി അങ്ങനെ വളർന്ന് ഇന്നിപ്പോൾ ഏത് സ്ഥിതിയിലെത്തിയിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ദേശാഭിമാനിയുടെ പത്രപ്രവർത്തകനായി മാറുന്നത്. അങ്ങനെ മാറി. അപ്പോഴും ഞാൻ ദേശാഭിമാനിയിൽ സ്ഥിരമൊന്നും ആയിട്ടില്ല. ലോറൻസ് തന്നെയാണ് പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ ദേശാഭിമാനിയുടെ അവിടുത്തെ ഔദ്യോഗിക പത്രപ്രതിനിധിയും. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫുൾ ടൈമായിട്ട് പത്രത്തിൽ തന്നെ ആവണം എന്ന് അന്നത്തെ ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പറും കൂടിയാണല്ലോ, ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നു. അപ്പോൾ അങ്ങനെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച് ഞാൻ പിന്നെ ഫുൾ ടൈമായി. അപ്പോൾ എനിക്ക് ഞാനന്ന് പച്ചാളത്ത് നിന്ന് മഹാരാജാസ് കോളേജിലേക്ക് പഠിക്കാൻ വരുന്നത് സൈക്കിളിലാണ്. ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോഴേക്കും ആ കാലത്ത് അച്ഛൻ എനിക്കൊരു സൈക്കിൾ വാങ്ങി തന്നു, പുത്തൻ സൈക്കിൾ, കൊച്ചിൻ സൈക്കിൾ എംപോറിയത്തിൽ. അന്നതിന് എനിക്ക് തോന്നുന്നു 110 രൂപ ഏതാണ് പറഞ്ഞില്ല. ഞാനും കൂടി പോയിട്ടാണ് കൊച്ചിൻ സൈക്കിൾ ബ്രോഡ്വേയിലുള്ള കൊച്ചിൻ സൈക്കിൾ എംപോറിയത്തിൽ നിന്ന് സൈക്കിൾ വാങ്ങിയത്. ആ സൈക്കിളിലാണ് ഞാൻ മഹാരാജാസ് കോളേജിലേക്ക് രാവിലെ വരുന്നത്. അപ്പോൾ വരുമ്പോൾ ഈ നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ വാതിക്കൽ കൂടി പോകുമ്പോൾ പലപ്പോഴും വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പത്രക്കാരവിടെ നിൽക്കുന്നതും അവർ അവിടെ കിട്ടുന്ന ഒരു പ്രാമുഖ്യമൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ചില അനുരണനങ്ങൾ വളർത്തിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടായത്. അല്ലാതെ കുടുംബപരമായി നോക്കിയാൽ ഞാൻ അങ്ങനെ പത്രപ്രവർത്തന രംഗത്തേക്ക് വരാനായിട്ടുള്ളൊരു അടിത്തറയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇതെന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇവർക്ക് അവിടെയുള്ളൊരു സ്വാധീനം, ഇവർ ഗസ്റ്റ് ഹൗസിലേക്ക് കയറിപ്പോകുന്നു. അപ്പോൾ ഗസ്റ്റ് ഹൗസ് ഒരു വലിയ സ്ഥാപനമാണെന്നൊരു ഗവൺമെൻറ് സ്ഥാപനമാണെന്നൊക്കെ എനിക്ക് അന്നേ അറിയാം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അതിലാണ് പോകേണ്ടത് എനിക്ക്. പച്ചാളത്തുനിന്ന് നേരെ ഏറ്റവും എളുപ്പം വരാവുന്ന വഴിയതാണ് സൈക്കിളിൽ. അപ്പോൾ അങ്ങനെ ഇവരെയൊക്കെ കണ്ടുള്ള ഒരു പരിചയവും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ദേശാഭിമാനിയുടെ ആളെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ് ക്ലബ്ബിൽ ചെല്ലും, എറണാകുളത്തുള്ള പ്രസ് ക്ലബ്ബിൽ. അവിടെ ചെന്ന് ഇങ്ങനെ ലോറൻസിൻ്റെ ആളായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുമൊക്കെ ആയിട്ടൊരു ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ ആ ഒരു മറ്റേ മനസ്സിലുള്ളൊരു സന്തോഷമൊക്കെ കൂടിക്കൊണ്ട് എനിക്ക് തോന്നി ഇതാണ് എനിക്ക് പറ്റിയ വഴി എന്ന് അന്നേ തോന്നിയെന്ന് എനിക്ക് ഒരു തോന്നലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൂടുതൽ സമയം പത്രപ്രവർത്തന മേഖലയിലേക്ക് മാറ്റിയത്. അപ്പോൾ പിന്നെ പാർട്ടിയും അങ്ങനെ തന്നെ തീരുമാനിച്ചു. ജില്ലാ കമ്മിറ്റിക്കകത്ത് തന്നെ തീരുമാനമായി ഞാൻ ദേശാഭിമാനിയുടെ ലേഖകനായിട്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുക. അന്ന് ജില്ലാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ മാരുതി ഹോട്ടലിലാണ് യോഗം ചേരുന്നതൊക്കെ. അത്രയേ ഉള്ളൂ പാർട്ടി. എന്തിനെ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച് ഞാൻ ഈ തിരുവനന്തപുരത്ത് വരുന്ന കാലത്ത് പാർട്ടിക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് അന്ന് ഒരേ ഒരു കാറേ ഉള്ളൂ. ആ ഒരു കാറ് ഉപയോഗിച്ചാണ് സ്റ്റേറ്റ് വൈഡ് വർക്ക് അന്നത്തെ പാർട്ടി സെക്രട്ടറിയും അന്നത്തെ പ്രതിപക്ഷ ഏകോപന സമിതി കൺവീനർ, അതായത് നമ്മുടെ അഴീക്കോടിൻ്റെ രാഘവനായിരുന്നു അന്ന് ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ. ഇവർ രണ്ടുപേരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാറാണ്. ഒരാൾ പോയാൽ വേറൊരാൾക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്താണ് ഞാൻ ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചു തുടങ്ങിയത്. ഈ ട്രിവാൻഡ്രത്ത് പോലും, ഇവിടെ ട്രിവാൻഡ്രത്ത് പോലും AKG എൻ്റെ കൂടെ വന്ന് 3 മാസം താമസിച്ചിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഏകനാണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലെന്ന്. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ കാര്യം എനിക്കറിയില്ല. അന്ന് എൻ്റെ മുൻഗാമി K. മോഹനായിരുന്നു. അപ്പോൾ മോഹൻ സാഹിബിനെ എറണാകുളത്തേക്ക് മാറ്റുകയാണ്, അല്ലെങ്കിൽ മാറുകയാണ്. അവിടുത്തെ എൻ്റെ ചാർജ് മുഴുവൻ കോഴിക്കോട് വന്ന് മോഹൻ സാഹു തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്, ഇവിടെ ഇരുന്നാണെങ്കിലും. മാറുകയാണ്. അപ്പോൾ എറണാകുളത്തേക്ക് ഒരാൾ വേണം എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. അതൊന്നും എന്നോട് പറയുന്നില്ല. അപ്പം ഞാൻ KSYFൻ്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുന്ന സമയമായിരുന്നു. ഞാൻ അവിടെയായിരുന്നു, കോഴിക്കോടായിരുന്നു. ഒരു അഴീക്കോടൻ രാഘവനും അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CH കണാനും അവർ രണ്ടുപേരും കൂടി എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വന്നിട്ട് ഈ കാര്യം പറയുകയും എന്നെ അടിയന്തരമായി കോഴിക്കോട് നിന്ന് വിളിപ്പിക്കണം
എന്നാവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് അവർ എന്നെ വിളിച്ച് വിവരം, എന്നല്ല കോഴിക്കോട് DC-യിൽ വിളിച്ച് വിവരം പറയുന്നു. ഇങ്ങനെ CH അഴീക്കോടിനും കൂടി പറഞ്ഞിട്ട് എന്നെ ഉടനെ തന്നെ സമ്മേളനത്തിൽ നിന്ന്, എൻ്റെ സമ്മേളന നടപടികളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ട് എറണാകുളത്തേക്ക് അയക്കണം, നാളെ രാവിലെ ഇവിടെ എത്തണം എന്നുള്ള ഇൻഡാസാണ് അവിടെ കിട്ടിയത്. അപ്പോൾ അവിടെ അന്ന് ചാത്തുണ്ണി മാഷുണ്ട്. ചാത്തുണ്ണി മാഷ് അന്ന് വലിയ പ്രമാണിയായിരുന്നു ഈ പാർട്ടിക്കകത്ത്. ചാത്തുണ്ണി മാഷ് കോഴിക്കോടുണ്ട്. ചാത്തുണ്ണി മാഷ് എറണാകുളത്തേക്ക് പോരുന്നുണ്ട്. ആ കാറിൽ രാവിലെ ഞാനും കൂടി പോകുന്നുള്ളൂ എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ്. അപ്പോൾ ചാത്തുണ്ണി മാഷ് അവിടെ തലശ്ശേരിയിലെങ്ങാണ്ടായിരുന്നു. ചാത്തുണ്ണി മാഷ് കോഴിക്കോട് വന്നിട്ട് ഞങ്ങളൊന്നിച്ചാണ് ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നത്. തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇവിടെ ജില്ലാ കമ്മിറ്റിയാണ് പാർട്ടിയുടെ. അവിടെ വെച്ച് ഇവരെന്നോട് പറഞ്ഞ് ശക്തിധരൻ തിരുവനന്തപുരത്തേക്ക് പോകണം, ദേശാമാൻ്റെ ചാർജ് കൊടുത്തുകൊണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനോട് ചോദിക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല. അച്ഛനോട് ചോദിച്ചോ എന്ന് അഴീക്കോടനും പറഞ്ഞു, CH പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് താല്പര്യമൊന്നുമില്ല, നീ ഇവിടെ LLB പാസ്സായി ഇവിടെ നിന്ന് ഹൈക്കോടതിയൊക്കെ അവിടെ ഇല്ലേ, ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായം അതാണ്. പിന്നെ ഇനി അവർ തീരുമാനിക്കുന്ന പോലെ ചെയ്യും എന്നുവെച്ചാൽ ഒരു പാർട്ടി ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അച്ഛൻ അത്രേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചെന്നു കഴിഞ്ഞപ്പോൾ പലരും എന്നോട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ച് സംസാരിച്ചു, അത് പോകുന്നതാണ് നല്ലത്. അന്ന് ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു, K. ബാലചന്ദ്രൻ, പിന്നീട് എറണാകുളം കോർപ്പറേഷൻ്റെ ചെയർമാനായ ബാലചന്ദ്രൻ ഞാനുമാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2 പേര്, ഒരാൾ. അങ്ങനെ ഞങ്ങൾ ബാലചന്ദ്രൻ എന്നോട് പറഞ്ഞു നീ പോയിക്കോ അതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരാം എന്നുള്ള അഭിപ്രായം. അപ്പോൾ അന്ന് ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ജില്ലാ കമ്മിറ്റി മെമ്പർ എവിടെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് അത് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയില്ല. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ വലിയൊരു വിഭാഗം പറഞ്ഞ് പോകേണ്ട ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അന്ന് യോഗത്തിൽ പങ്കെടുത്തിരുന്ന പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ നിന്ന് പ്രത്യേകിച്ചും CH എന്ന് പറഞ്ഞാൽ എനിക്കിന്നും നല്ല എൻ്റെ ഓർമ്മബോധത്തിലുണ്ട്. ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ എവിടെ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജില്ലാ കമ്മിറ്റിയല്ല, അത് സ്റ്റേറ്റ് ലീഡർഷിപ്പിനാണ് അതിൻ്റെ അധികാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അവിടെ നിന്ന് അടർത്തിയെടുക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റവർക്കൊക്കെ ഒന്നും പറയാൻ പറ്റില്ല, എന്താ അഭിപ്രായമുണ്ട്. ഇനി പറഞ്ഞവരെല്ലാവരും ഉള്ളിൽ തട്ടി പറഞ്ഞതാണോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ പോകണ്ടെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയിലെ മഹാഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. അതേസമയം ചിലർ എന്നോട് പറഞ്ഞ് നല്ലതാണ്, പോകുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് പാർട്ടി ആവശ്യപ്പെടുകയാണല്ലോ. അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് ദേശാഭിമാനിയുടെ ചീഫായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ചീഫെന്ന് പറയാനില്ല, ഒറ്റയ്ക്ക് ഞാനിവിടെ വരുമ്പോൾ ഈ 28-ാം നമ്പർ വീട് ഇതായിരുന്നു ദേശാഭിമാനിയുടെ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓഫീസ്. അതിനകത്തേക്കാണ് ഞാൻ വന്ന് കയറുന്നത്. ഒരു ദിവസം രാവിലെ ട്രെയിൻ ഇറങ്ങി വന്നിട്ട് നേരെ തിരുവനന്തപുരം രാജവീതിയിൽ കൂടി നടന്ന് ഇവിടെ വന്ന് കയറുന്നു. 9 മണിക്ക്, 9 അല്ല അന്ന് 8 മണിയാണ്, 8 മണിക്ക് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നു. കുളിച്ച് ഞാൻ തയ്യാറായി നിയമസഭയിലേക്ക് പോകുന്നു. EMSൻ്റെ കൂടെയാണ് പോകുന്നത്. EMS ഇവിടെ നിന്നുണ്ടായിരുന്നു. EMS 10-ലാണ് താമസിക്കുന്നത്, ഞാനിവിടെ 28-ൽ. 10-ൽ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നാലേ മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ EMS ഇവിടെ വന്നു. ഇങ്ങനെ ഞാൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ രാവിലെ തന്നെ പോയി പറഞ്ഞു. അപ്പോൾ അസംബ്ലിയിലേക്ക് വരുന്നില്ല, ഞാൻ വരുന്നുണ്ടെന്നും പറഞ്ഞു. എന്നാൽ ഒന്നിച്ച് പോകാം എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴേക്കും ഒരു 7:30 കഴിഞ്ഞപ്പോഴേക്കും EMS അവിടെ ഒരു കാറ് വന്ന് നിന്നു. പാർട്ടി ഓഫീസിൽ നിന്ന് കാറ് വന്നിട്ടാണ് EMSനെ അന്ന് കൊണ്ടുപോയി. പക്ഷേ പലപ്പോഴും EMS പിന്നീട് ഞാൻ കണ്ടിട്ടുള്ളത് നടന്നു പോകുന്നതൊക്കെ ഇവിടുന്ന് അസംബ്ലിയിലേക്ക് ഞങ്ങളൊന്നിച്ച് നടന്നു പോകാറുണ്ടായിരുന്നു. ഇത് സ്റ്റെപ്പ് കയറി നേരെ ഒരു 5 മിനിറ്റ് നടന്ന് നിയമസഭയിലെത്തും. അങ്ങനെയാണ് എൻ്റെ ഇവിടുത്തെ തിരുവനന്തപുരത്ത് അന്ന് അസംബ്ലിയാണ് പ്രധാനമായിട്ട് ഇവിടെയുള്ളത്. അതിൻ്റെ പ്രധാന ജോലി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ വരുന്നു. ഒരാഴ്ച മറ്റോ കഴിഞ്ഞപ്പോഴേക്കും CM അബ്ദുൾ റഹ്മാനെയും കൂടി കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേശാഭിമാനിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇവിടെ ഈ തിരുവനന്തപുരത്ത് ശാന്തിനഗറിലെ 28-ാം നമ്പർ ആഫീസിൽ വീട്ടിൽ ദേശാഭിമാനി ആഫീസ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ വെള്ളിയാഴ്ചയാവാൻ കാത്തു നിൽക്കും. അപ്പോൾ വൈകുന്നേരം അപ്പോൾ എനിക്ക് വന്നപ്പോൾ ഇതെല്ലാം കിട്ടി. എനിക്ക് എന്നെ ഇങ്ങോട്ട്
ലോ അക്കാഡമിയിലേക്ക് സ്ഥലം മാറ്റാം, അത് പാർട്ടി മേടിച്ച് തരാമെന്ന ഏറ്റവും അങ്ങനെയൊക്കെയാണ് കണ്ടീഷനിലായിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ അഡ്മിഷനൊക്കെ ഞങ്ങൾ വാങ്ങി തന്നോളാം, ഇയാൾ അത് ഓർത്ത് നമ്മൾ ക്ഷമിക്കേണ്ട അക്രഡിറ്റേഷൻ അതൊക്കെ അവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാം റെഡിയാക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞാണെന്ന്. പാർട്ടിയുടെ ഭരണമാണല്ലോ അറുപത്തെട്ട്. അങ്ങനെയാണ് എന്നെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പറിച്ച് നട്ടത്. ഞാനത് എനിക്ക് താല്പര്യം ഉണ്ടായി അന്ന് വന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളിയാഴ്ചയാകാൻ കാത്തു നോക്കും എങ്ങനെയെങ്കിലും എറണാകുളത്തേക്ക് പോകാനായിട്ട്. വൈകിട്ട് 5 മണിക്ക് പോകുന്നൊരു ഡീലക്സ് ബസ്സുണ്ട്, അതിനകത്ത് സെക്രട്ടേറിയറ്റിൻ്റെ വാതിക്കൽ പോയി അതിനകത്ത് കയറി അങ്ങോട്ട് പോകും. 10 മണിയാകുമ്പോഴേക്ക് എറണാകുളത്തെത്തും. പിന്നെ തിങ്കളാഴ്ച രാവിലെയുള്ള ഏതെങ്കിലും വണ്ടിയിൽ വരും. ഇങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെ. അപ്പോൾ പിന്നെ ഏതാണ്ട് 1 മാസം കഴിഞ്ഞു തോന്നുന്നു അബ്ദുൾ റഹ്മാൻ വരുമ്പോൾ. അപ്പോഴേക്കും പിന്നെ അബ്ദുൾ റഹ്മാനും ഏൽപ്പിച്ച്, അബ്ദുൾ റഹ്മാൻ അങ്ങനെ അങ്ങോട്ട് ഓടി പോകാൻ പറ്റില്ല കോഴിക്കോട്ടേക്ക്, ഞാൻ എറണാകുളത്ത് പോയി വരുന്നത് പോലെ. അങ്ങനെയാണ് എൻ്റെ തിരുവനന്തപുരത്തെ ദേശാഭിമാനിയിലെ പത്രപ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനു മുമ്പേ ആരംഭിച്ചു, പക്ഷേ ഒരു ഫുൾ ഫ്ലഡ്ജഡായിട്ട് ആ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചു. അപ്പോൾ ഞാൻ എറണാകുളം ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഞാനിങ്ങോട്ട് വരുന്നത് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് എൻ്റെ പാർട്ടി മറ്റേ ഘടകം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാക്കി അവിടെ നിന്ന് എഴുതി. ഇതൊക്കെ പെട്ടെന്ന് തന്നു. CH-ഉം അഴീക്കോടുമായിരുന്നതുകൊണ്ട് അതെല്ലാം വളരെ പെട്ടെന്ന് നടത്തി തന്നു. അങ്ങനെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടും തിരുവനന്തപുരത്ത് ദേശാഭിമാനിയുടെ ലേഖകനായിട്ടും, അന്ന് ലേഖകൻ എന്നൊക്കെയാണ് പറയുന്നത്, അല്ലെ പ്രതിനിധിയായിട്ടും ഞാനിവിടെ പ്രവർത്തനം തുടങ്ങി. ആ പ്രവർത്തനമാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ നിലവാരത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ദേശാഭിമാനിയിൽ നിന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് തന്നെ 2002 റിട്ടയർ ചെയ്തതാണ്. ഏതാണ്ട് 22 വർഷമായി അല്ലേ. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ബൈപ്പാസ് നടന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ എൻ്റെ ലൈഫിനകത്തുണ്ടായി. കുടുംബപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അതുമൊക്കെ എൻ്റെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ്. അന്ന് തിരുവനന്തപുരത്തിനല്ല പ്രാധാന്യം, എറണാകുളത്തിനായിരുന്നു പൊളിറ്റിക്കലി. രാഷ്ട്രീയക്കാരുടെ മുഴുവൻ ഒരു രക്ഷാകേന്ദ്രം അല്ലെങ്കിൽ അവരുടെ ഒരു അഭയകേന്ദ്രം എന്ന് പറയുന്നത് എറണാകുളമായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, കോൺഗ്രസിൻ്റേതായാലും CPM-ൻ്റേതായാലും എല്ലാവരുടെയും തലസ്ഥാന ഓഫീസ് ഇവിടെയാണെങ്കിലും അവരുടെ വർക്കിംഗ് ഓഫീസുകൾ മുഴുവൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എല്ലാ നേതാക്കന്മാരുമായിട്ടും ബന്ധപ്പെടാനും പരിചയപ്പെടാനും എൻ്റെ എറണാകുളം ജില്ലയിലെ ദേശാഭിമാനി പ്രവർത്തനം കൊണ്ട് തന്നെ കഴിഞ്ഞു എനിക്ക് മാത്രമല്ല, അന്ന് അവിടെയുള്ളവർക്കൊക്കെ. പിന്നെ അന്ന് അറിയപ്പെടുന്ന പല പത്രപ്രവർത്തകരും എറണാകുളം കേന്ദ്രീകരിച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുമൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധവും പിന്നെ അവരുടെ ഇടയിൽ എൻ്റെ ഒരു പ്രവർത്തനവും അതുമൊക്കെ കൊണ്ട് എനിക്ക് ഇവരുടെ ഇടയിലൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ അവർക്ക് എന്നോട് അങ്ങനെ ഒരു ഒരു കാരുണ്യമോ മറ്റോ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ നല്ല അവസരമുണ്ടായിരുന്നു. ഒരു എതിർപ്പൊന്നും ഒരു ഭാഗത്തുനിന്ന് എനിക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനീ പറഞ്ഞ 72 ഫെബ്രുവരി 13-ാം തീയതിയാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പെട്ടിയെടുത്ത് പോരുന്നത്. നിയമസഭ എന്ന് പറയുന്നത് ഞാനന്ന് കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ, പത്രത്തിൽ വായിച്ചിട്ടേ ഉള്ളൂ. എറണാകുളത്തിരുന്നുകൊണ്ട് ആ ഒരു നിയമസഭയിലേക്ക് നേരെ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് കയറി വരികയാണ് ഞാൻ 1972 ഫെബ്രുവരി 13-ാം തീയതി ചൊവ്വാഴ്ച. ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് നേരെ കയറുന്നു, എനിക്കൊന്നും അറിയില്ല. അന്ന് നിയമസഭയിൽ ഇത്രയും ലേഖകന്മാരൊന്നുമില്ല, വളരെ കുറച്ച് ആളേ ഉള്ളൂ. അവർ എല്ലാവരോടും ഞാൻ ചെന്ന് പരിചയപ്പെട്ടു. ഇങ്ങനെ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ഉള്ളതിനകത്ത് പ്രധാനപ്പെട്ട ആളെന്നൊക്കെ പറയുന്നത് വിജയരാഘവൻ, KC സെബാസ്റ്റ്യൻ, പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ജോൺ സാറ്, അങ്ങനെ കുറേ ആളുകളൊക്കെയാണ് പ്രധാനപ്പെട്ട. പിന്നെ ശാന്തൻ, മറ്റേ ഓൾ ഇന്ത്യ റേഡിയോയിലുണ്ടായിരുന്ന ഇവരൊക്കെ ആയിട്ട്, അവരൊക്കെ എന്നേക്കാൾ സീനിയറായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞാൻ ബന്ധം വെച്ചു. അങ്ങനെ അവർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സഹായിക്കുന്നു. അന്ന് വന്ന് ഞാൻ പരിചയപ്പെട്ടതിൽ ഒരാളാണ് നമ്മുടെ ഇപ്പോൾ അന്തരിച്ചു പോയ G. ശേഖരൻ നായർ. G. ശേഖരൻ നായരെന്ന് പത്രമൊന്നുമില്ല, കേരള പ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു അക്രഡിറ്റേഷൻ, അന്ന് അക്രഡിറ്റേഷനകത്ത് അതിനകത്ത് കയറ്റില്ല കേട്ടോ. അക്രഡിറ്റേഷനുമായിട്ട്
മറ്റേ ശേഖരൻ വരുന്നു. അങ്ങനെ ശേഖരൻ നായർ അവിടെ വരുന്നു. ശേഖരൻ നായർ എഴുതാൻ പത്രം ഒന്നുമില്ലാത്തത് കൊണ്ട് വന്നിരിക്കും. പക്ഷേ അവിടെ വന്ന് എന്തൊക്കെയോ ഇത്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാമോ? അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ അവർ 8 മുതൽ 9 വരെ ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞാൽ പിന്നെ 1 അവർ 0 അവറാണ്. ഈ 0 അവറിനകത്തകം ക്വസ്റ്റ്യൻ എഴുതി തയ്യാറാക്കി ഓഫീസിലെത്തിക്കണം. അങ്ങനെയൊക്കെയാണ് അന്ന്. അപ്പോൾ ആ സമയത്ത് അവിടെ നടക്കുന്ന അസംബ്ലി പ്രൊസീഡിങ്സ് കവർ ചെയ്യാനായിട്ട് എനിക്ക് ആളില്ല, രണ്ടാമതൊരാളില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അബ്ദുൾ റഹ്മാൻ വരുന്നത് ഞാൻ വന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. എത്ര മാസമാണെന്ന് എനിക്കിപ്പോൾ നല്ല ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഈ ശേഖരനോട് പറഞ്ഞു, ശേഖരൻ ഏതായാലും അസംബ്ലിയിൽ വന്നിരിക്കുകയല്ലേ, അപ്പോൾ ഈ 1 മണിക്കൂർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഓ ഞാൻ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ശേഖരനാണ് എന്നെ ഈ നിയമസഭയിൽ സാധാരണഗതിയിൽ സാമാന്യമായി സഹായിച്ചത്. അബ്ദുൾ റഹ്മാൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് മറ്റേ ശേഖരൻ നായർ ഞാൻ ഈ ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞിട്ട് അത് ചോദ്യോത്തരം എഴുതി തയ്യാറാക്കി റിപ്പോർട്ടാക്കി കൊടുക്കുന്നത് വരെ ഉള്ള സമയം ശേഖരൻ ഈ 0 ഓവറിലെ കാര്യങ്ങൾ നോക്കും. അങ്ങനെ 1 മണിക്കൂർ കാര്യങ്ങൾ അയാൾ 0 ഓവറിൽ നിങ്ങൾക്കറിയാമല്ലോ, മറ്റേ അടിയന്തര പ്രമേയം, മറ്റേ ശ്രദ്ധ ക്ഷണിക്കൽ, പിന്നെ എന്തെങ്കിലും പ്രസ്താവന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് രണ്ടും ഇന്നത്തെ പോലെ ഇങ്ങനെ ശല്യമൊന്നുമില്ല അന്നത്തെ കാലത്ത്. അത് കൃത്യം 1 മണിക്കൂർ കൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റേ ഒരു അടിയന്തര പ്രമേയം ചിലപ്പോൾ ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ 2 ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിട്ട് അത് അങ്ങനെ എഴുതി ഇയാൾ എനിക്ക് തരും. അത് ഞാൻ പിന്നെ നോക്കിയിട്ട് ശരിയാക്കി കൊടുക്കും. ഇങ്ങനെയാണ് അസംബ്ലിയിലെ എൻ്റെ ആദ്യകാല പ്രവർത്തനം തുടങ്ങിയത്. പിന്നെ അബ്ദുൾ റഹ്മാൻ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 പേരും കൂടിയായി മറ്റു കാര്യങ്ങളെല്ലാം. ശ്രദ്ധേയനായി തോന്നിയിട്ടുള്ള സാമാജികൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വന്ന് ഒരു തലയെടുപ്പോട് കൂടി നിന്നിട്ടുള്ളത് EMS തന്നെയാണ്. അത് പറയാതിരിക്കുന്ന ഓർത്തില്ല. EMS പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ അതിലൊരു ഗാംഭീര്യം ഉണ്ടായിരുന്നു സഭയ്ക്കകത്ത്. ചിലപ്പോൾ എനിക്കും എൻ്റെ മനസ്സിൽ തോന്നുന്നതായിരിക്കാം, മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. അങ്ങനെ ഒരു സമീപനമായിരുന്നു EMSനോടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഞാൻ പബ്ലിക് സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. എറണാകുളത്ത് KSFൻ്റെ നേതാവ് എന്നുള്ള നിലയിലും KSYFൻ്റെ നേതാവ് എന്നുള്ള നിലയിലും അവിടെ അതിൻ്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ EMSനോടൊപ്പം നിന്ന് ഞാൻ രാജേന്ദ്ര മൈതാനത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അത് കണ്ട് ആവേശഭരിതരായ അന്നത്തെ യുവാക്കളിൽ പലരും ഇന്നും എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലാണ് ഞാൻ EMSനെ കണ്ടുകൊള്ളുന്നത്. അപ്പോൾ EMൻ്റെ പ്രസംഗം കേൾക്കുക എന്നുള്ളത് തന്നെ ഒരു ഇമ്പമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അത് അന്ന് കൊണ്ടും കൊടുത്തുമാണല്ലോ നിയമസഭയിൽ അന്ന് പോകുന്നത്. EMSനിട്ടും കിട്ടിയിട്ടുണ്ട്. നല്ല തികഞ്ഞ ഇതിൽ തന്നെ CPIയുടെ ഭാഗത്തു നിന്ന്. അന്ന് ഈ CPM ആണ് ഏറ്റവും വലിയ ശത്രുക്കൾ, കോൺഗ്രസ് ഒന്നുമല്ല. അപ്പോൾ അത് അന്ന് വന്നിട്ടുള്ള ആ ആക്ഷേപങ്ങൾക്ക് EMS പറയുന്ന മറുപടി കേൾക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റുകാരനെന്നുള്ള നിലയിൽ, ഞാൻ വെറും പത്രപ്രവർത്തകനല്ല, പാർട്ടി പ്രവർത്തകനല്ലേ, ജില്ലാ കമ്മിറ്റി മെമ്പറല്ലേ, എനിക്കതിനോടുള്ളൊരു പ്രത്യേക മമത ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും എനിക്കന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് പ്രാസംഗികൻ എന്നുള്ള നിലയിലും ഡിബേറ്റർ എന്നുള്ള നിലയിലും EMSൻ്റെ തന്നെ കാര്യങ്ങളാണ്. പക്ഷേ അതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചോദിച്ചുകൊണ്ടാണ്. പിന്നെ അതിനുശേഷം ഒരു CBC വാര്യർ നല്ല ഒന്നാന്തരം പാർലമെൻറ്റേറിയനായിരുന്നു, നല്ല ഡിബേറ്ററായിരുന്നു മറ്റുള്ളവരോട്. EMS അങ്ങനെ ഗുസ്തി പിടിക്കാനൊന്നും പോകില്ല. CBC വാര്യർ നല്ല ഒന്നാന്തരം ഡിബേറ്ററായിട്ട് അന്നത്തെ പ്രതിപക്ഷത്തിനെതിരായിട്ട് നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പി എസ് ശ്രീനിവാസൻ പഴയ മന്ത്രിയായിരുന്നു. പുള്ളി പ്രതിപക്ഷ നിരയിൽ CPMനെതിരായിട്ട് അറ്റാക്ക് നടത്തുന്ന കാര്യത്തിൽ ഭയങ്കരനായിരുന്നു. പക്ഷേ PS പ്രസംഗിക്കാനെഴുന്നേക്കുമ്പോൾ എനിക്ക് ഭ്രാന്താണ് മനസ്സിൽ. അതൊക്കെ വേണം കൊടുക്കണോ വേണ്ടതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. അത്ര ഭയങ്കരമായിട്ട് EMSനിട്ട് മെതിക്കും. അസലായിട്ട് നല്ല പ്രാസംഗികനാണ് PS ശ്രീനിവാസൻ. എനിക്ക് ഓർക്കാനാവാത്ത നെടുങ്ങാടിയില്ലേ, ധനകാര്യമന്ത്രിയായിരുന്നു, അയാളുടെ മരണം അസംബ്ലിയിൽ നിന്ന് കണ്ടവനാണ് ഞാൻ. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നത് എനിക്ക് വലിയ വിഷമമായിരുന്നു. ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് എടുത്തുകൊണ്ട് പോയത്. ഞാനും പോയി കൂടി, നിയമസഭാ നടപടിയൊക്കെ നിർത്തി വെച്ചിട്ട്. അല്ല, അങ്ങനെ ഒരു ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ
വേറെ അസംബ്ലിയിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുമെന്നല്ലാതെ ആരുമായിട്ടും അങ്ങനെ ഒരു നടുത്തളത്തിലൊക്കെ ഇറങ്ങും. പക്ഷേ ഇതുപോലെ ഒന്നും അന്ന് അത്രയും അഗ്രസീവായിരുന്നില്ല എം എൽ എമാരെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരെല്ലാം എം വി രാഘവനെ പോലുള്ള ആളൊക്കെ വളരെ അതുപോലെ അവിടെ കേരള നിയമസഭയ്ക്കകത്ത് തുണി ഉയർത്തി കാണിച്ചിട്ട് പൊക്കി കാണിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഉയർത്തി കാണിച്ചതൊക്കെ വാർത്തയായിട്ടുള്ളതാണ് നമ്മുടെ കേരള നിയമസഭയിൽ. അത്തരം ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നിയമസഭയിൽ. അതിൻ്റെ വേറൊരു രൂപമാണ് പിന്നെ ഇപ്പോൾ നിങ്ങളൊക്കെ പറയുന്ന മേശപ്പുറത്ത് ചാടിക്കയറി എന്നൊക്കെ പറയും. അന്ന് തുണി പൊക്കി കാണിച്ചു അംഗങ്ങളെ പ്രതിപക്ഷം, അതുമൊക്കെ നമ്മുടെ നിയമസഭയിൽ നടന്നിട്ടുള്ളത് അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് എനിക്കത്ര ഒരു സീരിയസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. നിയമസഭകളിൽ ഇപ്പോൾ എല്ലാ നിയമസഭകളിലും ഇപ്പോൾ ഇത് നടക്കുന്നുണ്ട്. അന്ന് കുറേ കൂടി നമ്മൾ ഫോർവേഡ് ആയിരുന്നതുകൊണ്ട് നമ്മുടെ കേരള നിയമസഭയിൽ അതൊക്കെ ആ കാലത്ത് നടന്നു. പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലെ മറ്റു നിയമസഭകളിലൊക്കെ ഇതെല്ലാം അരങ്ങേറാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു മോശമാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ പലരും അവരുടേതായിട്ടുള്ള പ്രാഗൽഭ്യം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ മിടുക്കന്മാരായിരുന്നു പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള നമ്മുടെ എം എൽ എമാരെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിമാരായിട്ട് EMO ആയിട്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിയമസഭയിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അതിനുശേഷം അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഞാനിങ്ങോട്ട് വരുന്നത്. അപ്പോൾ അച്യുതമേനോനുമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും പേഴ്സണലായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. എനിക്കത് അച്ഛൻ്റെ മരണത്തിന് ശേഷമാണ് മനസ്സിലായത്. അപ്പോൾ അച്യുതമേനോൻ അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒളിവിലിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രദേശത്ത് വന്നിട്ടുണ്ട്. വടുതല മറ്റേ ഒരു പേര് കൂടിയുണ്ട് വടുതലയിൽ തന്നെയുള്ള, അവിടെ അച്യുതമേനോൻ കുറേ കാലം ഒളിവിലിരുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുള്ളതുകൊണ്ട് അച്ഛനുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അച്ഛൻ പാർട്ടി മെമ്പറുമായിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ മരിച്ചത് ഞാനിവിടെ തിരുവനന്തപുരം നിയമസഭയിലിരിക്കുമ്പോഴാണ്. നിയമസഭയിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഇവിടുന്ന് ഓഫീസിൽ നിന്നൊരു കത്ത് കൊടുത്തയക്കുന്നത്, അടിയന്തരമായിട്ട് ഇങ്ങോട്ട് ഓഫീസിലേക്ക് വരണം, അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലാക്കിയിരിക്കുന്നു എന്ന് മാത്രം എഴുതിയിട്ട് അന്ന് ഇവിടുന്ന് ആരോ കൊടുത്തു വെച്ച് എനിക്കതറിയില്ല. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ രാവിലെ ഇവിടുന്ന് എല്ലാം KC സെബാസ്റ്റിനെ ഏൽപ്പിച്ചു. പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വിവരം അറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു സത്യത്തിൽ അച്ഛൻ മരിച്ചു. അതിനോട് ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് KC സെബാസ്റ്റിനോട് സാറേ ഒന്ന് സഹായിക്കണം, എൻ്റെ ഇന്നത്തെ ഇതെല്ലാം കൂടി ഒന്ന് എഴുതി ഒന്ന് കൊടുത്തേക്കണം. അപ്പോൾ അബ്ദുൾ റഹ്മാൻ ഇല്ല ഇവിടെ, അബ്ദുൾ റഹ്മാൻ പോയി. ഇത് മറ്റേ 72 കഴിഞ്ഞ് 72 ആദ്യമാണല്ലോ ഞാൻ വരുന്നത്, ഫെബ്രുവരി 73 ഏതാണ്ട് അവസാനമായപ്പോഴാണ് അച്ഛൻ്റെ മരണം. അപ്പോൾ 2 വർഷമാകുമ്പോൾ അങ്ങനെയാണ് ഞാനിവിടുന്ന് ബസ്സിൽ കയറി. അന്ന് വേറെ മാർഗ്ഗമൊന്നുമില്ല. ബസ്സിൽ കയറി ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ സംഗതി റെഡിയായിരുന്നു, അച്ഛൻ മരിച്ചിരുന്നു എന്നുള്ളത് അറിയുന്നത്. ഞാൻ എന്നിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ അച്ഛൻ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും അസംബ്ലിയിൽ വന്നു. അച്ഛൻ്റെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് അവിടെ വന്ന് നിയമസഭ ഇരിക്കുമ്പോൾ എനിക്ക് അച്യുതമേനോൻ്റെ ആഫീസിൽ ഒരു പിയൂണെന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അച്യുതമേനോൻ്റെ അറ്റൻഡർ ഒരാൾ വന്നിട്ട് എന്നോട് നിയമസഭയ്ക്കകത്ത് ആയിരിക്കും പറഞ്ഞു, മുഖ്യമന്ത്രി അച്യുതമേനോൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തോ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെന്നോട് ചെല്ലണമെന്ന് പറഞ്ഞു. എവിടെ ചെല്ലണേ? അപ്പോൾ ഓഫീസിൽ വന്നാൽ മതി. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് അച്യുതമേനോട് രാഘവൻ്റെ മകനായിരുന്നല്ലേ എന്ന് അച്യുതമേനോട് ചോദിച്ചു. ഞാൻ പറയാം അതെ. ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ വല്ലതും സഹായിക്കേണ്ടതുണ്ടോ? അപ്പോൾ എനിക്ക് അന്ന് CPM തിളക്കുന്ന സമയം പറഞ്ഞേ സഹായിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്ന് ഞാനങ്ങ് പറഞ്ഞു. ശരി എന്നാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുക എന്ന് മാത്രം പുള്ളി പറഞ്ഞ് എന്നെ ഇടയ്ക്ക്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അച്ഛനും അച്യുതമേനോനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത്. അറിയാമെനിക്കെന്നാലും അടുത്ത ബന്ധമായിരുന്നു. പത്രത്തിൽ വായിച്ചിട്ടാണ് പുള്ളി അറിയുന്നത്. അങ്ങനെ എന്നെ വിളിച്ചു, സംസാരിച്ചു. അതാണ് ആ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയാവും. അച്യുതമേനോട് എനിക്ക് അല്ലെങ്കിലും ബഹുമാനമായിരുന്നു, ഞാൻ ഉള്ള കാര്യം പറയാം.
അപ്പോൾ EMS-നോടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ എം ഗോവിന്ദൻ നായരോടുണ്ട് എന്ന് പറയുന്നതൊക്കെ പോലെ തന്നെ അച്യുതമേനോട് എനിക്ക് ഇഷ്ടമായിരുന്നു. അച്യുതമേനൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എല്ലാ തരത്തിലും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പോഴും, ആരെന്ത് പറഞ്ഞാലും. ഞാനിപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഉദ്ഘാടനത്തിന് എനിക്ക് പോകണമെന്ന് അത് തീരുമാനിച്ച് ഞാൻ പാർട്ടിയുടെ ഒരു കമ്മിറ്റിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഇവിടെ വന്നിരുന്നത്. പക്ഷേ ഭയങ്കര മഴ. അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞതിൻ്റെ തിരുവനന്തപുരത്ത് ഒരു തുള്ളിക്കൊരു കുടം മഴയായിരുന്നു. വൈകുന്നേരം വരെ 5:30 വരെ കാത്തിരുന്നു. ഞാൻ പിന്നെ പോകണ്ടാന്ന് തീരുമാനിച്ചു. നടന്നു വന്ന് ചടങ്ങവിടെ നടന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അച്യുതമേനോൻ യാഥാർത്ഥ്യങ്ങളോട് കാണുന്ന ആളാണ്. അന്ന് പാർട്ടി തീരുമാനിച്ച അയാളോട് CPM എനിക്ക് തോന്നണില്ല CPM എതിരായിട്ടുള്ളൊരു സമീപനം അച്യുതമേനോൻ ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമുണ്ട്. ഇത് പാർട്ടിയുടെ അഭിപ്രായമൊന്നുമല്ല. അങ്ങനെ അത്തരത്തിൽ എന്ന് മാത്രമല്ല, ഓരോ സമരം നടക്കുമ്പോഴും അതിനെ അദ്ദേഹം വിലയിരുത്തുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ അച്യുതമേനോൻ, ഞാനിവിടെ പത്രപ്രവർത്തകനാണെങ്കിലും പിന്നീട് നടന്നിട്ടുള്ള പല KSYFI സമരങ്ങളിലൊക്കെ KSYFI സമരങ്ങളിലൊക്കെ SRP ആണെന്ന് KSYFിൻ്റെ സംസ്ഥാന സെക്രട്ടറി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇദ്ദേഹത്തിനോട് നിവേദനം നടത്താനൊക്കെ പോയിട്ടുണ്ട് അച്യുതമേനോൻ്റെ അടുത്ത്, മുഖ്യമന്ത്രിയുടെ അടുത്ത്. അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ പിന്നീട് ഇതൊക്കെ ഈ സംഭവത്തിനൊക്കെ ശേഷം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സമീപനമുണ്ട്. ഈ വിദ്യാർത്ഥികളെ സമരത്തിന് ഇറക്കുന്നതിനൊക്കെ പുള്ളി എതിരായിരുന്നു. എതിരെന്ന് പറഞ്ഞാൽ സമരത്തിനെതിരല്ല, അവരുടെ ഭാവി, പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇങ്ങനെ പഠിപ്പും മുടക്കി നടന്നാൽ അവർക്ക് മറ്റവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു അവസ്ഥയല്ലാണ് നമ്മുടെ സാമൂഹിക പശ്ചാത്തലം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ചില സമീപനങ്ങളും കാര്യങ്ങളും. അന്ന് ചോര തിളച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞുള്ളത് പോലെ സത്യമല്ലേ. ഇപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. ഇതാണ് എനിക്ക് അച്യുതമേനോട് ഉണ്ടായിട്ടുള്ള കാരണം. കാര്യങ്ങളെ അതിൻ്റെ ഗൗരവത്തിൽ കാണാനും അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോട് വിലയിരുത്താനും അദ്ദേഹത്തിനൊരു കഴിവുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതൊരു കമ്മ്യൂണിസ്റ്റുകാരന് ഉണ്ടാകേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിലൊന്നാണ്. അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് ഇല്ല എന്നല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. അത് ആ രീതിയിൽ പ്രകടിപ്പിക്കാൻ, തൻ്റെ എതിരാളികളാണെങ്കിൽ പോലും അവരോടത് പറയാൻ അദ്ദേഹത്തിനുള്ള ഒരു ആർജവം അത് ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞാൽ അർത്ഥം. അതിലെ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് മാത്രമല്ല, വേറെ ചില റിപ്പോർട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടായിരുന്നു 20 രൂപ കള്ളനോട്ടിൻ്റെ കേസ്. കേരളത്തിലെ അന്നത്തെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്ക് അതിനകത്ത് പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി റിപ്പോർട്ട് കൊടുത്തു. എൻ്റെ ബൈലൈനിൽ വന്നതാണ്. പിറ്റേ ദിവസം ഭൂകമ്പമായിരുന്നു. നേരം വെളുത്തപ്പോൾ മുതലേ വിളിയാണ് എനിക്ക്. ഇന്നത്തെ പോലെയല്ലല്ലോ അന്ന് ടെലിഫോൺ വിളികളൊക്കെ. എന്താണ് താനീ കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് പലരും, നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മളോട് താല്പര്യമുള്ള ആളുകൾക്ക്. ഞാൻ പറഞ്ഞ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് സൂക്ഷിക്കണം. നമ്മൾ KRS നായരൊക്കെ അന്ന് നമ്മളോട് താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. KRS നായരനോട് പറഞ്ഞ് ഇയാൾ പെട്ടെന്ന് മുങ്ങിക്കോ, അതാണ് നല്ലത്, അല്ലെങ്കിൽ ഇയാൾ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ. ഞാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്യണം, ചെയ്യട്ടെ, എനിക്കെന്താ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിന്നത്. പക്ഷെ അത് വളരെ സീരിയസ് ആയിട്ട് അന്നത്തെ മന്ത്രിസഭാ യോഗം ആ പ്രശ്നം ചർച്ച ചെയ്യുകയും ഈ പറഞ്ഞ പോലെ ഇതിനെതിരായിട്ട് ഭയങ്കരമായിട്ട് നിയമ നടപടികളും മറ്റ് ക്രിമിനൽ നടപടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തു. ഇതൊന്നും അവർ പുറത്തു വിട്ടില്ല, പക്ഷേ അതൊക്കെ ആയിരുന്നു അന്ന്. അതറിഞ്ഞിട്ടാണ് മറ്റു പല നമ്മുടെ പത്രസുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത് മുങ്ങിക്കോളാൻ. കള്ളനോട്ട് കേസിൽ ഇത് കടലിൽ കൊണ്ടുപോയി അച്ചടിച്ചിട്ട് കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്തുക. അതായിരുന്നു അത്. ഒരു മന്ത്രിക്ക് അതുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. മന്ത്രിയുടെ പേരൊന്നും ഞാൻ പറയില്ല. അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഞാൻ പറയില്ലെന്നാണ് പറഞ്ഞത്. കാരണം അതിനുശേഷം രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. മാറ്റങ്ങൾ വന്നപ്പോൾ ഈ പറഞ്ഞ ആൾ ഇപ്പുറത്തെ മുന്നണിയിലായി. ഇങ്ങനെയൊക്കെയുള്ള അത് നമ്മൾ നിസ്സഹായരാണ്. നമ്മൾ പത്രലേഖകന്മാരെന്നുള്ള നിലയിൽ നമുക്ക് അന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഞാൻ ചെയ്തത് റിപ്പോർട്ട് സത്യമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാർട്ടിക്കും ആ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേസ് കൊടുത്തത്. പാർട്ടി അതിനെതിരായിട്ട് കേസ് കൊടുത്തു. ഗോവിന്ദപിള്ള ആ കാര്യത്തിൽ എന്നോടൊപ്പം ഉറച്ചു നിന്നു. പുള്ളിക്ക് അറിയാമായിരുന്നു ഇവർ, ഞാൻ ഇവരൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പുള്ളി പറഞ്ഞത് നമുക്കതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് പാർട്ടിയെ കൊണ്ട് തന്നെ അതിനെതിരായിട്ട്
കേസ് കൊടുപ്പിച്ചു മറ്റേ എതിർകക്ഷി വന്നപ്പോൾ. അങ്ങനെ ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എമർജൻസി വന്നത്. അപ്പം ഞങ്ങളുടെ ലക്ഷ്യം, പാർട്ടിയുടെ ലക്ഷ്യം പൊളിറ്റിക്കൽ ഗെയിനായിരുന്നു. ഇത് മുതലാക്കുക എന്നുള്ളതായിരുന്നു കേസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ ഒരു ഉദ്ദേശം. ആ ഉദ്ദേശ ലക്ഷ്യം തകർന്നു പോയി, എമർജൻസി വന്നത്. മനസ്സിലായോ? പത്രങ്ങളിൽ ഒരു വാർത്തയും കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? തിരുവനന്തപുരത്തെ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ് വൈകുന്നേരം ആകുമ്പോൾ റിപ്പോർട്ടുകൾ കാർബൺ കോപ്പി വെച്ച് എഴുതി അത് ഇവിടെ നിന്ന് ഈ ശാന്തിനഗറിൽ നിന്ന് PIB എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടല്ലോ ഇവിടെ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, അവിടെ കൊണ്ടേ അങ്ങോരെ കാണിച്ച് അങ്ങോരെ അടിയൊപ്പ് വാങ്ങിയിട്ട് പത്രത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാലമായിരുന്നത്. അന്ന് എന്നും വൈകുന്നേരം ഞാനിതിനു വേണ്ടി പോകും. ചിലപ്പോൾ പിയുടെ കയ്യിൽ കൊടുത്തയക്കും. അവർക്കത് ഇഷ്ടമല്ല പിയുടെ കയ്യിലൊക്കെ കൊടുത്തയക്കുന്നത്. നേരിട്ട് തന്നെ ചെല്ലണമെന്നുള്ളതൊക്കെ ആയിരുന്നു. അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അന്നത്തെ ഒരു PIB ഓഫീസർ ഉണ്ടായിരുന്നു. ഗൗരവമായിട്ട് ഞാൻ പലപ്പോഴും വഴക്കിട്ടിട്ടുമുണ്ട്. അങ്ങനത്തെ പത്രപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. PRDയിൽ കൊടുക്കണ്ട, PIBയിലാണ്. PIB ആയിരുന്നു. PRDയിൽ ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ PIBയിലാണ്. അവിടെ നിന്നാണ് എനിക്ക് ഇൻഡാസ് വന്നത്. എമർജൻസി കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛനും മരിച്ചു, ഇതൊക്കെ വന്നപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് സ്ഥലം മാറ്റം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ട്, സ്ഥലം മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. ആ കാലത്ത് എനിക്ക് അങ്ങനെയായിരുന്നു മനസ്സ്. എന്നാലും ഭാര്യ ഗർഭിണിയായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എൻ്റെ കല്യാണമൊക്കെ അതിൻ്റെ ഇടയിൽ എമർജൻസിയിലൊക്കെ തന്നെയാണ് നടന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ തന്നെ നിൽക്കണം. പക്ഷെ സമ്മതിച്ചില്ല പാർട്ടി. എന്നെ ഇവിടെ നിന്ന് തൃശ്ശൂർക്ക്, എറണാകുളം പറ്റില്ല, തൃശ്ശൂരാകാമെന്ന് പറഞ്ഞ് തൃശ്ശൂർ വൈഫ് ഹൗസ് ആയതുകൊണ്ട് ഞാൻ ശരിയെന്ന് അങ്ങോട്ട് ആവട്ടെ എന്നുള്ള ധാരണയിൽ തൃശ്ശൂർക്ക് സ്ഥലം മാറിപ്പോയി. എമർജൻസി അവസാനിക്കുമ്പോൾ ഞാൻ തൃശ്ശൂരായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ആ ഇലക്ഷൻ നടക്കുമ്പോഴും ഞാൻ തൃശ്ശൂരായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധി അടക്കം 7 നിലയിൽ പൊട്ടി പകർന്ന് തരിപ്പണമായ ഇലക്ഷൻ AK മരിക്കുന്ന ദിവസം ഇവിടെ. അപ്പോൾ ഞാനിവിടെ നിന്ന് പോയി. അതിൻ്റെ ഇടയിൽ AKG ഇവിടെ ഒരു 3 മാസം വന്ന് എൻ്റെ കൂടെ താമസിച്ചു. അന്ന് AKGക്ക് അസുഖം വന്നിട്ട് എറണാകുളത്ത് ഡോക്ടർ MC മാത്യൂസിൻ്റെ ആശുപത്രിയിലായിരുന്നു. അപ്പോൾ MC മാത്യൂസ് പറഞ്ഞു AKG റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് പക്ഷേ എറണാകുളം പോലുള്ള സ്ഥലം പറ്റിയതല്ല. തിരുവനന്തപുരമാണെങ്കിൽ ഇവിടെ നിന്ന് നല്ല സിറ്റിയാണ്, പൊല്യൂഷനൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ പോയി താമസിക്കാൻ ആയിരിക്കും നല്ലത് എന്ന് ഉള്ള അവരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ AKGയും കുടുംബവും ഈ 28-ൽ എന്നോടൊപ്പം വന്ന് 3 മാസം താമസിച്ചു. അന്ന് പാർട്ടിക്ക് ഈ പറഞ്ഞ പോലെ വേറൊരു വീടെടുത്ത് AKGയെ താമസിപ്പിക്കാനെന്നുള്ള സൗകര്യമുണ്ടായോ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ഇതാണ് കുറച്ചുകൂടി നല്ലത് എന്നുള്ളതുകൊണ്ട് ദേശാഭിമാനി ആഫീസിൽ ഇതൊരു വീടാണല്ലോ. അങ്ങനെ അവരിവിടെ ഒന്ന് താമസമാക്കി 3 മാസം എനിക്ക് ഫ്രീ ചെല്ലും ചിലവിനും കിട്ടി. അതൊരു സത്യം. എന്നും AKG ഞാൻ പ്രസ് ക്ലബ്ബിലെ അന്ന് സെക്രട്ടറിയാണ്. പോയി വരുമ്പോൾ നീ വാ തുറക്കുന്നു പറയും, ഞാൻ മദ്യപിച്ചിട്ടുണ്ടോയെന്നറിയാനായിട്ട്. അങ്ങനെയാണ് AKG ആ മുറിയിലിരുന്നുകൊണ്ട് ഇപ്പുറത്ത് കാണുന്ന ഞാൻ, അവിടെയാണ് ഓഫീസ് റൂം, ഞാൻ ആ മുറിയാണ് എടുത്തിരുന്നത്. അതിൻ്റെ നേരെ മുമ്പിലുള്ള ബെഡ്റൂമും ഇത്രയേ ഉള്ളൂ. ബാക്കി മുഴുവൻ അവരാണ്. AKGയും സുശീലയുടെ ചേച്ചിയും ലൈലയും ഇവരാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് കഞ്ഞിയും കറിയൊക്കെ വെക്കണമല്ലോ, അതൊക്കെ ഒരു വെക്കുമ്പോൾ എനിക്കും ഒരു ഷെയർ തരുമായിരുന്നു. ഞാൻ പിന്നെ വേറെ പുറത്തൊന്നും പോയി കഴിക്കേണ്ടി വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് AKG എപ്പോഴും വന്നവിടെ ഇരിക്കും. എന്നിട്ട് പറയും, എടോ ഞാൻ എന്താ ഇന്ന് എഴുതാൻ പോണേ, അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെ ഉള്ള പുള്ളിയുടെ ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ AKG അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് എനിക്കന്ന് പുകവലിയുണ്ട്. അത് ഈ AKG വന്നിരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് വലിക്കാനായിട്ട്. വലിച്ചുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ എന്തോ ഒരു മനസ്സിലങ്ങനെ ഒരു ഇതുണ്ട്. ഒരു ഇപ്പോൾ EMSൻ്റെ മുമ്പിൽ ഞാൻ നിന്ന് പുകവലിക്കില്ല. ഞാൻ പുകവലിക്കുന്നവനാണെന്ന് അവർക്കെല്ലാവർക്കും അറിയാം, പക്ഷേ എന്നാലും ഞാനത് ചെയ്യും. അപ്പം അങ്ങനെ AKG വന്ന് അവിടെ ഇരിക്കും. ഒന്ന് ആ കസേര മേശയുടെ അടുത്ത് പുറത്ത് വന്ന് ചിലപ്പോൾ എൻ്റെ സീറ്റൊക്കെ കയറിയിരിക്കും, ഇരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു 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 കൂട്ടുകുടുംബ വാഴ്ചയിലായിരുന്നു. EMS അപ്പുറത്തുനിന്നും കൂടെ വരും. ഇവിടെ വന്ന് EMSനും AKGയിൽ ഒക്കെ എന്നോട് പറയുമ്പോൾ നമുക്ക് നിയമിൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഞങ്ങൾ 2 കൂടി നടന്ന് അവിടെ ചെയ്യും. അവിടെ വരാന്തയിൽ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ തൊട്ടിപ്പുറത്തുള്ള മുറിയിൽ EMSുമായിട്ട് വർത്താനം പറയും. അപ്പോൾ ഞാനിങ്ങ് മാറി വയ്ക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കഴിഞ്ഞുകൂടി പോയത്. അതൊരു വലിയ അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇവരുമൊക്കെ ആയിട്ട് എനിക്ക് എറണാകുളം മുതലേ പരിചയം ഉണ്ടായിരുന്നു, കരുണാകരനൊക്കെ വരുന്ന കാലത്ത്.
കരുണാകരൻ എന്നവിടെ ഇവരൊക്കെ പത്രസമ്മേളനം നടത്താനും പാർട്ടി സമ്മേളനം യോഗം ചേരാനും ഒക്കെ എറണാകുളത്താണ് ഈ പാർട്ടികളുടെ എല്ലാം ഹെഡ് ഓഫീസായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞാനും ആൻ്റണിയും കൂടി ഒന്നിച്ചല്ലേ ഇവിടുന്ന് വൈകുന്നേരം എറണാകുളത്തേക്ക് പോകുന്നത്. ആൻ്റണിയുടെ വണ്ടിക്ക് കാറിനകത്ത് ഒരു പോണ്ടിയൊക്കെ വണ്ടി ഉണ്ടായിരുന്നു, KPCCയുടെ. എന്നെ കൊണ്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന്. പിന്നെ തിങ്കളാഴ്ച അങ്ങോരോ സൗകര്യത്തിനൊക്കെ പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോയി. അങ്ങനെ നല്ല ബന്ധമായിരുന്നു ആൻ്റണിയായിട്ടും കരുണാകരനായിട്ടും. പിന്നെ VS-ൻ്റെ ഒന്നും കാര്യം പറയേണ്ടതില്ലല്ലോ, പ്രതിപക്ഷ നിരയല്ലയോ. അങ്ങനെ അന്ന് തോന്നിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി തന്നെയാണ്. കാരണം അവർ രണ്ട് മുഖ്യമന്ത്രിമാരിലേ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും കരുണാകരൻ, 3 പേര്. അതിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മറ്റേ ജഹപുക കാണിച്ചത് കരുണാകരൻ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സൗമ്യനായ രാഷ്ട്രീയ നേതാവ്. ഉമ്മൻചാണ്ടിയും ഞാനും തമ്മിൽ എറണാകുളം ലോ കോളേജിൽ അയാൾ പഠിക്കുന്ന കാലത്ത് അയാൾക്കെതിരായിട്ട് സമരം വരെ ചെയ്യാൻ നടത്തിയിട്ടുണ്ട്. അയാൾ ഇന്നിപ്പോൾ അത് പറയുന്നത് ഉചിതമാണോ എന്ന് എനിക്കറിയില്ല. വിദ്യാർത്ഥികളെ പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിട്ട് ഇദ്ദേഹം പരീക്ഷ എഴുതാൻ പോയിരുന്നു LLBക്ക്. ഞാനത് പത്രക്കാരെ വിളിച്ച് എറണാകുളം പ്രസ് ക്ലബ്ബിൽ നിന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് പടം ഓടിച്ച്. അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഫ്രണ്ട് പേജിൽ വാർത്തയായിരുന്നു നേതാവിനെതിരായിട്ട്. അല്ല, അതിപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തു പോയതൊരു അദ്ദേഹത്തിൻ്റെ എല്ലാത്തിനും ഉള്ള ഒരു കളങ്കമായിട്ടല്ല ഞാൻ കാണുന്നത്. അങ്ങനെയും നമ്മുടെ നേതാക്കന്മാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലായി. കാരണം വിദ്യാർത്ഥികളോട് പഠിപ്പ് മുടക്കി ക്ലാസ്സുകൾ ബഹിഷ്കരിച്ച് പഠിപ്പ് മുടക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം പോയിരുന്ന പരീക്ഷ എഴുതി. അത് ഞാൻ കൈയോടെ പത്രക്കാരെ കൊണ്ടേ കാണിച്ചു. ഞാനന്ന് KSYF-ൻ്റെ നേതാവുമാണ്, അതേസമയം ദേശാഭിമാനിയുടെ ലേഖകനുമാണ്. എറണാകുളം ലോ കോളേജിലിരുന്നു പരീക്ഷ എഴുതുന്നത് കാണിച്ചു. അങ്ങനെയൊക്കെയുള്ള വീഴ്ചകളും ആളുകൾക്കുണ്ട്. ഞാൻ വേറൊന്നും കൊണ്ടുമില്ല, ഞാൻ ഫുൾ ടൈമറായിട്ട് പാർട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഇവർക്ക് എന്നെ കാണേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഉള്ളൊരു, പിന്നെ പാർട്ടിയുടെ എല്ലാ ആളുകളുമായിട്ടും ബന്ധമുള്ള ആളാണ് എന്നൊക്കെയുള്ളൊരു തോന്നലുള്ളതുകൊണ്ടായിരുന്നിരിക്കാം അവർക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത കൊണ്ടുപോകാം, അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് വേറൊരു വലിയ പ്രാമുഖ്യം ഇത് ഈ പത്രക്കാരോട് രാഷ്ട്രീയ നേതാക്കന്മാർ കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ അത് അവരവരുടേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പത്രക്കാർ എന്നേ എനിക്ക് അഭിപ്രായം. ആവശ്യം വന്നാൽ അവർ കൈയൊഴിഞ്ഞു കളയും. സത്യമല്ലേ ഞാനീ പറഞ്ഞു? അത് അത്രയുള്ളൂ. അതിനകത്ത് അപ്പുറത്തേക്ക് എന്തെങ്കിലും വലിയൊരു മൂല്യം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വിശ്വസിക്കുന്ന ആളും ഉണ്ടാകാം. അപ്പോൾ ഇനി പലരും ചോദിക്കും എനിക്കിതൊക്കെ കൂടി ഒരു പുസ്തകമാക്കി കൂടെ. ഞാനതിന് ഇനി ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്കിനി ഒന്നും നേടാനൊന്നുമില്ല, കാര്യമായിട്ട് ഒന്നും നഷ്ടപ്പെടാനുമില്ല. നഷ്ടപ്പെടേണ്ടതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ ഉള്ളത്. ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിഷ്പക്ഷമായി ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എൻ്റെ ഈ മറ്റുള്ളവരുടെ രാഷ്ട്രീയ നിയമസഭാ റിപ്പോർട്ടിംഗ് പോലെ തന്നെ എൻ്റെ റിപ്പോർട്ടിനെയും കാണാനായിട്ട് അന്നത്തെ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ബാബു പോളിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ബാബു പോൾ അന്ന് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റേതായ ഒരു പ്രത്യേക സ്റ്റൈലിലും പ്രത്യേക ഭാഷയിലും എഴുതുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇന്ന ആളുകളെല്ലാവരും പ്രമാണിമാരായ അസംബ്ലി റിപ്പോർട്ടേഴ്സാണെങ്കിലും വിശകലന വക്താക്കളാണെങ്കിലും ദേശാഭിമാനിയിലെ SR ശക്തിധരൻ്റെ നിയമസഭാ അവലോകനത്തിനും ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു സമീപനം ഉണ്ട് എന്ന് ബാബു പോൾ എഴുതിയിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എൻ്റേത് ഞാൻ ഈ പറഞ്ഞതുപോലെ മുഴുവൻ കടും ചുവപ്പിലോ കടും പാർട്ടി പക്ഷപാതത്തിലോ ഞാൻ ഒന്നും ചെയ്യാറില്ല എന്നുള്ളത് എന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾ, എന്നെ വായിച്ചിട്ടുള്ള ആളുകൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്. എന്തിനേറെ ഇപ്പോൾ ഈ അതിനുശേഷം ഞാൻ കുറേയധികം കാലം ഈ ചാനൽ ചർച്ചയിലൊക്കെ വരുമായിരുന്നു. എൻ്റെ അഭിപ്രായത്തെ സംബന്ധിച്ചിടത്തോളം പലർക്കും വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉണ്ടായിട്ടുള്ളത്. പലരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അല്ലാതെ തന്നെ കാര്യങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്താനും സമീപിക്കാനുമായിട്ടുള്ള ഒരു ശൈലി എന്നിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെ എൻ്റെ അസംബ്ലി റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബാബു പോളിനെ പോലുള്ള ഒരാളെ കൊണ്ടൊക്കെ അങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ എന്ന് ഞാൻ കരുതുന്നു
അതാണ് സത്യം. ഇല്ല അതൊന്നും എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാനതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്തോട്ട്. കാരണം നമ്മളുടെ ബലം അറിഞ്ഞു വേണമല്ലോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മളാണ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കയറി താങ്ങാൻ നിന്നാൽ നമുക്കിട്ട് അടി കിട്ടും. ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെ കെയർഫുള്ളായിരുന്നു. ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെ പിശുക്കോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു വഴിതെറ്റിപ്പോകുന്ന റിപ്പോർട്ടിങ് ഉണ്ടായി എന്ന് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എനിക്കൊരു ആക്ഷേപം അങ്ങനെ കാര്യമായി വന്നിട്ടില്ല എൻ്റെ പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ കാലത്ത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എനിക്കിങ്ങനെ ഒരു ഇത് തീരുമാനിച്ചിട്ടുണ്ടെന്ന് എന്നെ അറിയിക്കുമ്പോൾ. ഞാനൊരിക്കലും ഈ അവാർഡ് ഏർപ്പെടുത്തിയത് ഞാനാണ്. ഞാൻ പ്രസ് അക്കാഡമിയുടെ ചെയർമാനായിരിക്കുന്ന കാലത്താണ് ഇങ്ങനെ ഈ ഏറ്റവും വലിയ അവാർഡ് എന്നുള്ള നിലയിൽ 1,00,000 രൂപ കൊടുക്കാനായിട്ട് തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കിയത് VS മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ആ അവാർഡാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അല്ലാതെ ഞെട്ടി കുറച്ചു പോയി. എനിക്ക് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഞാൻ അറിയിക്കുന്നതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാനതൊന്നും സ്വപ്നം കണ്ട് നടന്നില്ല. പിണറായിയുടെ ആഫീസിൽ നിന്ന് ഇത് വിളിച്ചു പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞില്ലേ ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഞാനത് കണ്ടതും കേട്ടതും. അത് ഞാൻ അറിയിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ആ ചടങ്ങ് മുഖ്യമന്ത്രി മറ്റേ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് സെൻറ്ററിൽ ഹാളിൽ വെച്ച്, സെനറ്റ് ഹാളിൽ വെച്ച് അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടുള്ളവർക്കറിയാം. അങ്ങനെ ഒരു ത്യാഗോജ്വലമായ രാഷ്ട്രീയ പ്രവർത്തനവും പത്രപ്രവർത്തനവും പൊതുപ്രവർത്തനവും വിദ്യാർത്ഥി ജീവിതകാലം മുതൽക്ക് തന്നെ നടത്തി വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിന് ഞാൻ അർഹനായി. അതും ഞാൻ ഏർപ്പെടുത്തിയ എൻ്റെ ഭരണകാലത്ത് പ്രസ് അക്കാഡമിയെ കൊണ്ട് ചെയ്യിച്ച, ഇന്നത്തെ മീഡിയ അക്കാഡമിയെ കൊണ്ട് ചെയ്യിച്ച ഒരു VS അതിനോട് പൂർണ്ണമായും യോജിച്ചു കേട്ടോ. അന്ന് മറ്റേ നമ്മുടെ ബാലകൃഷ്ണനായിരുന്നു പുള്ളിയുടെ മറ്റേ പ്രസ് സെക്രട്ടറി. ബാലകൃഷ്ണൻ എന്നോട് ഞാൻ പറഞ്ഞു, ബാലകൃഷ്ണൻ അത് ഞാൻ തന്നെ എഴുതി കൊടുത്ത്, അങ്ങനെയാണ് ബാലകൃഷ്ണൻ അത് VSൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് VS അത് അംഗീകരിച്ചു. ആ അവാർഡാണ് എനിക്ക് കിട്ടിയത്. അതിലെനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് കിട്ടിയല്ലോ എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്. പ്രസ് ക്ലബിൻ്റെ ഭാരവാഹിയായിട്ട് 3 വർഷം ആദ്യം സെക്രട്ടറി ആയിരുന്നേ. 1 വർഷം സെക്രട്ടറി ആയിട്ടിരുന്നതിന് ശേഷം അന്ന് പ്രസ് ക്ലബിൽ ഇതുപോലുള്ള മറ്റേ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടിയോ കടിപിടിയോ ഒന്നുമില്ല, ആരും ഇല്ല എടുക്കാനായിട്ട്. അവസാനം ഇവരെല്ലാവരും കൂടി പറഞ്ഞ്, അപ്പോൾ ഞാൻ അവിടെ നിന്ന് എറണാകുളത്തുനിന്ന് മറ്റേ അവിടുത്തെ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് സ്ഥലം മാറി വരുന്നതും. അതൊക്കെ ഇവർക്കറിയാം. അന്ന് ഇവരൊക്കെ ആയിട്ട് പരസ്പരം കാണും, മറ്റേ പലയിടത്തും വന്ന് സമ്മേളനങ്ങൾക്കും ഒക്കെ കണ്ടുള്ള പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും എന്നെ അറിയാമായിരുന്നു ഇവിടെ വരുമ്പോൾ. അപ്പോൾ അവരെല്ലാവരും കൂടി തീരുമാനിച്ച് ഇയാൾ തന്നെ സെക്രട്ടറി ആയാൽ മതി, ഇലക്ഷനൊന്നുമില്ല, സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആക്കി. രണ്ടാമതും ആക്കി. അപ്പോഴാണ് എനിക്ക് സ്ഥലം മാറ്റം കിട്ടി ഇവിടുന്ന് പോകേണ്ടി. ഇതായിരുന്നു ഇവിടുത്തെ പിന്നീട് വന്നിട്ട് പ്രസിഡൻ്റായി 3 പ്രാവശ്യം എറണാകുളം പ്രസ് ക്ലബ്ബിൽ. അതുപോലെ തൃശ്ശൂരിയെന്നല്ലോ, തൃശ്ശൂരിയെന്ന് അവിടെയും പ്രസിഡൻ്റായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ എല്ലാവരും കൂടി പറഞ്ഞ് സാറ് സഖാവ് തന്നെ ആയാൽ മതി, സാറ് തന്നെ ആയാൽ മതി എന്ന് പറയുന്നൊരവസ്ഥയായിരുന്നു അവിടെ ചെന്നപ്പോൾ. അത് തന്നെയല്ലേ ഇവിടെ മറ്റേ കേസരിയിലും. ഞാൻ കേസരിയിലെ പ്രസിഡൻ്റേ ആയിട്ടുള്ള, സെക്രട്ടറി ആയിട്ടില്ല. സോമൻ സെക്രട്ടറിയും ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാൻ നേരം കിട്ടിയില്ല എനിക്ക്. എല്ലാത്തിനും കൂടി ഇന്നലെ നമ്മൾ നടന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ തന്നെയല്ലേ ചെയ്യും. കുടുംബം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ ടാറ്റയിൽ എംപ്ലോയി ആയിരുന്നു. ഞാനും എൻ്റെ വൈഫും എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ട്. ഞങ്ങൾ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒന്ന് താമസമാക്കി. 2 കുട്ടികളായി. 2 പേരും ഒരാണും ഒരു പെണ്ണും. അതിലെൻ്റെ മകൻ എൻജിനീയറിങ്ങിന് പഠിച്ചു. മകള് അഗ്രികൾച്ചർ MSc പാസ്സായി. മകനിങ്ങനെ ജർമ്മനിയിൽ വെച്ച് കോവിഡ് വന്നതിന് ശേഷം, കോവിഡിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് അയാൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഭാര്യയും മകളും ലീവിനും ഇവിടെ നാട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നു.
അതിവിടെ ഒരു ആഘാതം പോലെയാണ് ഞാൻ കേട്ടത്. അതാണ് മകൻ്റെ അവസ്ഥ. മകള് കോതമംഗലത്ത് മാതിരപ്പള്ളി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഗ്രികൾച്ചർ ഇൻസ്ട്രക്ടറാണ്. അവൾക്ക് 2 കുട്ടികളുണ്ട്, മകനൊരു മോളുണ്ട്. അവരിപ്പോൾ ബാംഗ്ലൂരാണ്. മകൻ്റെ വൈഫ് അവിടെ പഠിപ്പിക്കുകയാണ്, സെൻറ്റ് തോമസ് കോളേജിൽ സ്കൂളിൽ അവിടെ മറ്റേ ഇംഗ്ലീഷ് ലെക്ചറായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. മകളവിടെ BSc പഠിക്കുകയാണ്, 2nd ഇയർ, ഇപ്പം 3rd ഇയർ ആകാൻ പോകുന്നു. മകളുടെ കുട്ടികൾ, മകള് മെഡിക്കൽ കോളേജിൽ, അമൃത മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഇത് 3ാമത്തെ വർഷം. മകൻ +2 കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് കഴിയുമ്പോൾ പുതിയ കോഴ്സിലേക്ക് പോകേണ്ടി വരും. ഇതാണ് കുടുംബപരമായ. വൈഫ് എൻ്റെ കൂടെ ഉണ്ട്. വൈഫിനൊരു സ്ട്രോക്ക് വന്ന് അവശതയിലാണ്. വൈഫും ഞാനുമാണ് ഇപ്പോൾ ഇവിടെ താമസമുള്ളത്. മക്കൾ ഇടയ്ക്ക് വരും, മകൾ ഇടയ്ക്ക് വരും. അത് ഞാൻ ഒഴിയാൻ പോയിട്ട് അവന്മാർ ഒഴിയിപ്പിക്കാതെ എന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് വയ്യ അതിനൊന്നും പോകാൻ. കാരണം യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ അതിൻ്റെ കമ്മിറ്റി വെച്ചാൽ അതിനൊക്കെ പോകണ്ടേ, പ്രസിഡൻറ്റ് പോകാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഒഴിവാക്കി തരണം, ഞാൻ ഇത് വെറുതെ പറയുന്നതൊന്നുമല്ല, വേറെ ആരെങ്കിലും അത് തൽക്കാലം ഏൽപ്പിക്കണം. അപ്പോൾ പറഞ്ഞ് ഇത്തവണയും അവരെന്നെ പിടിച്ചാക്കി വെച്ചിരിക്കുക. എന്നാൽ പിന്നെ ആ സംവിധാനം തന്നെ ഒരു ടൈം കൂടി തുടരട്ടെ എന്നുള്ള അഭിപ്രായം പൊതുവിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ വേറെ ആരും ഒരഭിപ്രായം പറഞ്ഞില്ല. എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ മാറാനായിട്ട് തയ്യാറാണെന്ന് ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് തന്നെ പറഞ്ഞു. മാറാനായിട്ട് തയ്യാറെന്നല്ല, എന്നെ മാറ്റണം. കാരണം എനിക്കിതിനകത്ത് ഇപ്പോൾ ശാരീരികമായൊക്കെ വന്ന് പങ്കെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, മറ്റെല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ആ സംഘടനയ്ക്കുള്ളൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യമൊന്നും ഉണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. അത് വെറുതെ ഒരു സംഘടന ഉണ്ടായപ്പോൾ, പക്ഷെ അതിനോട് യോജിക്കാൻ പറ്റില്ല അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന സംഘടനയോട്. ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള അതൊക്കെ ഒരുമാതിരി എന്താണ് ഞാനതിന് പറയണത്, എനിക്കത് പറയാനായിട്ട് വയ്യ, ഞാനത് പറയുകയില്ല. ഞാൻ അങ്ങനെയല്ല സംഘടനാ പ്രവർത്തനം ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും ഈ സംഘടനാ പ്രവർത്തനം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നോക്കാം. ഇത് ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിലുള്ളത് കൊണ്ട് പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നുണ്ട്. അതിന് ഞങ്ങൾ ഇവിടെ ജനാർദ്ദനൻ നായരും ഞാനും അതുപോലുള്ള മറ്റു ഭാരവാഹികളുമൊക്കെ നടത്തുന്നൊരു തീവ്രമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്. ഇത്തിരി നീണ്ടിട്ടാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് 15 ഇന്ന് വരെ ഈ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ല, പക്ഷെ നാളെ കിട്ടും, ഉറപ്പാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ലായ്മയും ഇതിനൊരു ഘടകമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ, ഗവൺമെൻറ് തരേണ്ടതല്ലേ. ആ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അത് കൊണ്ട് ഞങ്ങളിങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട്, ഞങ്ങളിതിനോട്ട് മുട്ടിട്ട് നിൽക്കുന്നത് കൊണ്ട് എല്ലാ മാസവും അവസാനിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇത്തിരി നീണ്ടുപോകും, ചിലപ്പോൾ 10-ാം തീയതിക്ക് മുമ്പ് തന്നെയൊക്കെ കിട്ടും. അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അത് പോരാ, ഇതൊരു ജേർണലിസ്റ്റുകളുടെ ഒരവകാശമാണ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിനും അതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനകത്ത് കോൺട്രിബ്യൂട്ടറി ഉണ്ട് നമ്മളുടെ. ഇത് ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഈ പെൻഷൻ. അന്ന് കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് പുള്ളി നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല അർത്ഥത്തിലാണ് അദ്ദേഹം അത് ആരംഭിച്ചത്. പക്ഷേ അതിന് ഫണ്ട് കണ്ടെത്താനുള്ള മാർഗം ഉണ്ടായില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ വന്നിട്ട് ഇപ്പോൾ 400 രൂപ വരെയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഓരോ ജേർണലിസ്റ്റുകളും. കാരണം അവർക്ക് ഇതേ ഉള്ളൂ. കാരണം മുതലാളിമാരോട് ഒന്നും ചോദിക്കാൻ കെൽപ്പില്ലാത്തൊരു വിഭാഗമാണ് മറ്റേ പത്രപ്രവർത്തകർ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. മുതലാളിമാരുടെ കോൺട്രിബ്യൂഷൻ ഇല്ല ഇതിനകത്ത്, അത് വേണം നമുക്ക്. അതിന് ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ, അതിനകത്തു നിന്നൊരു ശതമാനം അല്ലെങ്കിൽ 2% ഈ ഫണ്ടിലേക്ക് മാറ്റുക, അതൊരു വലിയ എമൗണ്ട് വരും. അത് ചെയ്താൽ തന്നെ ഒരു ഭംഗവും കൂടാതെ ഈ പെൻഷൻ
തുടരാനായിട്ട് സാധിക്കും ഗവൺമെൻറ്റിന്. അതിനു വേണ്ടിയിട്ടുള്ള നടപടി ഗവൺമെൻറ് എടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നിർഭാഗ്യവശാൽ ഇതിൻ്റെ ബന്ധപ്പെട്ട യോഗങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതൊരു അതിന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യം. മറ്റവരെന്ത് പറയുന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അവർക്ക് ഇതൊന്നുമല്ല പ്രശ്നം, അത് വേറെ ചില പ്രശ്നങ്ങളാണ്. അത് ഞാൻ പരസ്യമായൊരു സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ പറയുന്നത് ശരിയല്ല. ഇന്നത്തെ ജേർണലിസ്റ്റുകളോട് പറയാനുള്ളത്, ജേർണലിസ്റ്റുകളുടെ ഭാവി വളരെ ദുർഘടകരമാണ്. അതിപ്പോൾ ഇവിടെ ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ തന്നെ, ലോകത്തൊട്ടാകെ തന്നെ ജേർണലിസത്തിൻ്റേതായിട്ടുള്ള അലകും പിടിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് മാറാനും വളരാനും പിടിച്ചു നിൽക്കാനും ജേർണലിസ്റ്റുകൾക്ക് കഴിയണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാറുള്ളത്.